ഗൈസ് ഗുഡ് മോർണിംഗ്. കണ്ടോ മുട്ടും കടലക്കറിയും കോഫി ഉണ്ടാ കുക്കറിൽ വെച്ച് വെച്ചിരിക്കുന്നതാണ്. രാവിലെ അപ്പം ഞാൻ ഫുഡുണ്ടാക്കി. പിന്നെ വേണ്ട ഒരാൾ ഇന്ന് കഴിക്കുവാണ്. അപ്പോൾ രാവിലെ തന്നെ വിശന്നു, അതുകൊണ്ട് കഴിക്കുകയാണ്. ഇന്ന് മൺഡേ ആണ്. അപ്പോൾ രാവിലെ വിളക്ക് വെച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുട്ടും കടലക്കറിയും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് മില്ലിൽ കൊടുത്തുണ്ടാക്കുന്ന അരി കഴുകി ഉണക്കിയിട്ട് മില്ലിൽ കൊടുത്തുണ്ടാക്കുന്ന മാവ് കൂടിയാണ് കേട്ടോ, അല്ലാതെ കവർ മാവ് വാങ്ങിച്ചതല്ല. അപ്പോൾ നിങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വിശ്വസിക്കുന്നു. ഒരു അരക്കണ്ണ് പുട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരുപാടൊന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല പണ്ടത്തെ കാലത്തെ പോലെ. കുറച്ച് സാധനം. ശരിക്കും പുട്ടും ചിക്കൻ കറിയാണ് കോമ്പിനേഷൻ. എല്ലാവരും പറയുന്ന പുട്ടും കടലക്കറിയാണ്. എനിക്കിഷ്ടം അങ്ങനെയാണ്. ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി വാണ്ടത്ത് കിട്ടും. എറണാകുളത്ത് കിട്ടില്ല. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. എവിടെ ട്രിവാൻഡ്രത്ത് നാടൻ ചിക്കൻ കറിയുടെയും കപ്പയുടെയും പുട്ട്, അപ്പം, ചിക്കൻ കറി, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് തന്നെയാണ്. അപ്പം ഗൈസ് ഞാൻ തന്നെ ലാപ്ടോപ്പിനൊരു ബാഗ് വാങ്ങിച്ചേണ്ട ഗൈസ്, 800 രൂപയായി. എന്നാൽ കുറച്ച് പർച്ചേസിങ്ങൊക്കെ നടത്തി, നല്ല കാശ് കയറി. ഇതാണ് പുറത്തിറങ്ങാത്തത്. ഗുഡ് ഈവനിങ്. ഞാൻ ഇവിടെ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് അറിയുമോ? കുബൂസ്. എന്താണെന്നറിയോ? മൈദ മാവ് ഇതിലാണ് കുബൂസ് ഉണ്ടാക്കുന്നത്. ചൈനീസ് ഡിഷാണ് കുബൂസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട ആവശ്യങ്ങൾ, ഈ കുബൂസിനകത്ത് വെക്കേണ്ട ഒരു തരം എന്താ പറയുക മസാല ഗ്രേവി, അതിന് പൊട്ടറ്റോ. അപ്പം നമ്മളിവിടെ കുറച്ചുണ്ടാക്കാൻ പോവാണ്. ഞാൻ 3 എണ്ണ എടുക്കുന്നു. അപ്പോൾ അതിന് ആവശ്യമായത് സവാള, 2 സവാള, ഇത്തിരി വെളുത്തുള്ളി. അപ്പം നമ്മൾ ഈ പൊട്ടറ്റോ പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇത് 1/2 കിലോ ഉണ്ട്. ഈ കൊച്ചിനെ കൊണ്ട് ഒരു നിവർത്തിയില്ല. ഞാൻ കുറേ ദിവസം കൊണ്ട് ഓടിക്കുകയാണ് ഈ ബ്ലാക്കി എന്ന് പറയുന്ന പത്താകത്തിന്. എൻ്റെ ഒരു കത്തിക്കുന്ന ചട്ടി പൊട്ടിച്ചു, എൻ്റെ ഒരു പൊറോട്ട പൊട്ടിച്ചു ഇവൻ. അതുകൊണ്ട് ഇവനെ ഞാൻ അടിച്ച് വിളിയിറക്കിയതാണ്. പിന്നെ എന്നെ തേടി വരുവാണ് ഗൈസ് പട്ടിണി കിടന്നിട്ട്. അപ്പം നമുക്ക് കുബൂസ് ഉണ്ടാക്കാം. അപ്പം ഞാൻ അതിനാവശ്യമായ പൊട്ടറ്റോ അരിഞ്ഞ് പുഴുങ്ങാൻ പോവുകയാണ്. അയ്യോ കേട്, പറ്റിച്ചു. അപ്പം ഇനി വേറെ ഒരെണ്ണം നമ്മൾ എടുക്കണം. എന്നിട്ട് ഇതിനെ നമുക്ക് കടുവറുത്ത് വഴറ്റണം. ആദ്യം ഇതിനെ വെള്ളം ഒഴിച്ച് പുഴുങ്ങാം. ഓക്കെ, പുഴുങ്ങാൻ മതി. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മൈദ മാവിനെ നമുക്ക് കുഴച്ചിട്ട് ചപ്പാത്തി പോലെ പരത്തണം. അപ്പം അതിനാദ്യം ഇച്ചിരി മൈദ മാവിനെ പൊട്ടിച്ചിട്ട് ഒഴിക്കുക. കുറച്ച് മതി, അതിൻ്റെ രുചി നോക്കാൻ വേണ്ടി മാത്രം. ഞാൻ ഹോട്ടലിൽ പോയൊന്നും കഴിക്കാറില്ല. അപ്പോൾ
ഇത്രയും മാവെടുത്ത് ഇനി നമുക്ക് ഉപ്പെടുക്കാം. ഇച്ചിരി ഉപ്പെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ മാവ് വെള്ളം വീത്തി കുഴക്കണം. അപ്പോൾ ഞാൻ കുഴയ്ക്കാൻ പോവുകയാണ്. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കും പോലെ കുഴയ്ക്കും. ഇച്ചിരി എണ്ണയും കൂടെ തടയി കൊടുക്കാം, അല്ലെങ്കിൽ കേട്ടോ ഇതുപോലെ ഒട്ടും കേട്ടോ കേട്ടല്ല. എണ്ണ കൂടെ തടയി കൊടുക്കാം, അല്ല ശരിയല്ല. നമ്മളെ എണ്ണയിലെ പലഹാരം കഴിക്കുന്നേക്കാളും ഇത് നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എണ്ണ പലഹാരത്തിനേക്കാളും ശകലം ബെറ്റർ എന്ന് പറഞ്ഞാൽ മൈദ അത്ര നല്ലതല്ല, അതെനിക്കറിയാം. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ സ്മൂത്തിയാകും. എന്നിട്ട് നമ്മളിത് ഇഡലി ചെമ്പ് പാത്രത്തിൽ വെച്ച് പുഴുങ്ങി വേവിച്ച്. ഓക്കെ ഗേയ്സ്, ഞാൻ കണ്ട കുബൂസിന് വേണ്ടിയുള്ള സവാള വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ഇതാണ്, അതായത് കുക്കുംബർ വേവിച്ചുകൊണ്ടിരിക്കുക. കുക്കുംബറല്ല, പൊട്ടറ്റോ, സോറി, കേട്ടും കുക്കുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുക്കിംഗ് സോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ തീയിലിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ചായക്കുള്ള കൂട്ട് നല്ല തിളപ്പിച്ച് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇത് വെന്തോ നോക്കട്ടെ. വെന്ത മട്ടാണ്. ഇച്ചിരിയുടെ വേവുകയാണെങ്കിൽ ഉടയ്ക്കാൻ സൗകര്യമാവും. അതൊന്ന് വെള്ളോടെ വേഗട്ടെ. എന്നിട്ട് ഇതിന് നമ്മൾ മഞ്ഞളും ഗരം മസാല അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. കണ്ടല്ലോ മാവ്. ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ മാത്രമല്ല, ഹെൽപ്പിങ്ങിന് ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കും. കുക്കിങ്ങിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊക്കെ പരീക്ഷിക്കാം. കാരണം ഞാനിത് ഫസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ചൂടുണ്ട് ഗൈസ്. ഞാനിത് ഫസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടെന്ന് കേട്ടോ ഉണ്ട്. കാരണം അത് ശരിയാകുമോ എന്നുള്ളത്. ഇല്ലെന്ന് കേട്ടാ ഇല്ല. കാരണം ഏതൊരു ഡിഷ് കണ്ടാലും എനിക്കറിയാം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. പിന്നെ ടേസ്റ്റ് നോക്കിയാലും അറിയാം അതെന്തൊക്കെയുണ്ട് അതിലൊന്നും. അങ്ങനെയാണ് പാചകത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. കാര്യം പുതിയ കുക്ക് ചെയ്യുക, പുതിയ കുക്കിംഗ് ഉണ്ടാക്കുക എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതാ ഈ ചൂടത്ത് അടുപ്പെന്ന ഗ്യാസിൻ്റെ മുകളിൽ നിൽക്കുമ്പം വളരെ പാടാണ്. രാവിലെ ഒരിക്കൽ കുളിച്ചതാണ്, എന്നിട്ടും എന്താ പോലെ. അപ്പോൾ ഗേസ് ബാക്കി ഞാൻ കൂട്ട് തയ്യാറാക്കി. ഓക്കെ ഗേസ്, ഞാനിവിടെ മഞ്ഞൾ ഇട്ട് കഴിഞ്ഞു. മഞ്ഞൾ ഗരം മസാല ഇട്ട് കഴിഞ്ഞു. ഇഡ്ഡലി പാത്രം ഇങ്ങനെ അടുപ്പത്തിരിക്കുകയാണ്. ഇഡ്ഡലി പാത്രം. അപ്പോൾ അത് കത്തിക്കണം.
ഓക്കെ, കത്തിച്ചു. ഇതിനകത്ത് നമ്മൾ വെച്ച് വേവിക്കണം. ഇവിടെ നമ്മൾ പൊട്ടറ്റ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പൊളിച്ചിട്ടിങ്ങനെ ഞവടി തരണം, ഉടച്ച് തരണം. ഈ ഉള്ളി അധികം വേവ് വേണ്ട, ചെറിയ പച്ചപ്പ് വേണം കേട്ടോ. എന്നാലും ശരിയാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. നമുക്ക് അതും കൂടെ ഇട്ടിട്ട് ഇതിനെ ശരിയാക്കി എടുക്കാം. ഇതിൽ സോസ് മുക്കിയാണല്ലോ നമ്മളിതിൽ കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് സോസ് ഒഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. സോസ് ഇതിൽ ഇത്തിരി എരിവിന് വേണ്ടി മുളക് ചില്ലി സോസാണ് കഴിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസാണുള്ളത്. വേണമെങ്കിൽ ഇതിൽ ഇച്ചിരി മുളക് പൊടി ഇട്ടാൽ ചില്ലി സോസാവും. അപ്പോൾ നമ്മളിതിനുള്ള ഇത് ഇറക്കി കഴിഞ്ഞു. ഇതിങ്ങനെ ഇതുക്കി ഉടച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക്. ചൂടാണ് വേണമെങ്കിൽ കടല വേണമെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് പുഴുങ്ങി ചേർക്കാവുന്നതാണ് കേട്ടോ. ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ടൊമാറ്റോ മസാലയാണ്, മനസ്സിലായാലും ഇതിനകത്ത് വെക്കാൻ. അപ്പോൾ ഇത് ഉടച്ച് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ മിക്സ് ചെയ്ത് ഇതിൽ ഉപ്പെല്ലാം ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഉപ്പും മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഇതിപ്പോൾ ഇത് ഒരുപാട് മസാല ഉണ്ടെങ്കിൽ ശകലം കൂടി കൂട്ട് തയ്യാറാക്കണം. ഓക്കെ, പൊട്ടുന്നുണ്ട് കേട്ടോ. ഇത്തിരി വെള്ളം കൂടെ എടുക്കാവോ? കൈ തൊട്ടാണെങ്കിൽ നമുക്ക് അധികം പിടിക്കത്തില്ല. ഓക്കെ, ഇങ്ങനെ പിടിക്കില്ല ഉണ്ടല്ലോ. ഇങ്ങനെ ഇതിനകത്ത് വെക്കണം. അതായത് നമ്മളിത് പൊതിഞ്ഞെടുക്കണം. അതായത് കൊഴുക്കട്ട പോലെ. ഞാനിപ്പോൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ആവിയിൽ വെച്ച് ഇനി പുഴുങ്ങിയെടുക്കാം. അപ്പോൾ വലിപ്പം ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ആയതുകൊണ്ട് ഇത്തിരി വലിപ്പം കൂടുതലാണ്. ഓക്കെ, വലിപ്പം കുറയും തോറും രുചി കൂടും എന്നാണ്. കടല ആദ്യത്തെ വലിയ ഉരുളയായിരുന്നു. രണ്ടാമത്തെ ഞാൻ ചെറിയ ഉരുള ഉണ്ടല്ലോ ഇങ്ങനെ. ഓക്കെ, വെള്ളം കൂടെ തൊട്ടാലേ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ ആയി വരും. ഷൈനിങ് ഡിഷാണ് കേട്ടോ. ഓക്കെ, കൂമ്പ് കൂട്ടിയിട്ടുണ്ട്. ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മിണ്ടാതെ നിൽക്കുന്നതേ ഇത് കോൺസെൻട്രേഷനിലായതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത്.
ഞാൻ ഒരു നിമിഷം മറന്നുപോയി ക്യാമറ പുറകിലിരിക്കുന്നത്. ഇതിൻ്റെ കോൺസെൻട്രേഷനിലായിരുന്നു. ഇതിങ്ങനെ ചുരുട്ടി വെക്കണമല്ലോ, നമ്മൾ പരീക്ഷണത്തിനിരയായതാണല്ലോ. റൗണ്ട് ചെയ്താണ് വെക്കുന്നത് കേട്ടോ. മാക്സിമം നമ്മളിങ്ങനെ പരത്തുമ്പോൾ ഇതിനകത്ത് നിൽക്കണം. കേട്ടല്ല? ഇത് പുറത്ത് ഒരു പീസിന് 5 രൂപ എന്തരമാണ് ഹിന്ദിക്കാരന്മാർ വിൽക്കുന്നത്. ഹിന്ദിക്കാരെയല്ല ഇത് കൂടുതൽ വിൽക്കുന്നത്. ഞങ്ങളിവിടെ ഒരു പാനിപൂരി സെൻ്ററുണ്ട്, അവിടെ വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പേര് വേറെ എന്താണ്, കുക്കൂസാണോ എന്തോ ആണ് ഗൈസ്. ഞാൻ ഇത് സർച്ച് ചെയ്തിട്ട് സാധനം ഉണ്ടാക്കാൻ മാത്രമേ അറിയാവൂ. പേരിന് ഞാൻ കണ്ടുപിടിക്കണം, എപ്പോഴും ഞാനത് കേട്ടി. ഉണ്ടോ? ഓക്കെ, ഫിനിഷായി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഇതിപ്പോൾ ഒരു റൗണ്ട് 2, 3, 4, 5, 6 ഇതും കൂട്ടി 7 എണ്ണം അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും മസാല നമുക്ക് മിച്ചം വന്നു, അതിനെ നമുക്ക് വെച്ചേക്കാം. ഓക്കെ, നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വേഗം ഇത്രയും ചായ എനിക്ക് വേഗം എടുത്ത് കഴിച്ചോളൂ. ചെറിയ പാത്രം ചായ, എനിക്ക് ചായയിൽ കുറിച്ച് ശീലമില്ല. ഗസ്റ്റ് ഉള്ളപ്പോൾ മാത്രം ഉണ്ടാക്കുമ്പോൾ ഞാൻ കഴിക്കണമെന്നേ ഉള്ളൂ ഗേസ്. അത് ഇൻട്രസ്റ്റ് ഇല്ല. അതിനെടുത്തു ചായക്കാണോ ഗേസ്? പത്തി ചായ കഴിക്കുവാൻ കുപ്പൂസ് തിന്നാൻ മാത്രം. അപ്പോൾ വേർപ്പിരിക്കുകയാണ് അടുക്കളയിലെ മൂട്ടുകൾ. ടൊമാറ്റോ സോസ്, അപ്പോൾ ഇത് ഈ കുപ്പൂസ് ഉണ്ടാക്കാനാണ് ചായ കഴിക്കുന്നത്. അതിൻ്റെ കൂടെ കഴിച്ചാൽ ടേസ്റ്റ് ഉള്ളൂ. ചായ നേരത്തെ റെഡിയായി. അപ്പോൾ നമ്മുടെ ഇത് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഗെയ്സ് ഇന്ന സമയമാകുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ ഗെയ്സ്, ഞാൻ നേരത്തെ തയ്യാറാക്കിയ എൻ്റെ കുക്കൂസ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ കുക്കൂസ് വിളിക്കാം. ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്നെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്യിക്കാൽ അറിയാൻ പറ്റും. എൻ്റെ ഷേപ്പ് ഇതിങ്ങനെ ആയിപ്പോയി. ഇങ്ങനെയാണ് ഒരാളാണ് കുമ്പിളായിട്ട്. അപ്പോൾ ടൊമാറ്റോ സോസിൽ മുക്കിയാണ് ഞാൻ കഴിക്കുന്നത്. ഇത് ചൂടുണ്ടെന്നേ ഉള്ളൂ, ആവറേജ് രുചി, അതായത് മസാല ബോണ്ട പോലെ. അപ്പം ഇത് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുതിക്കന്മാരിക്കും കുതിച്ച് കൊടുക്കുമ്പോൾ വേണം അവരൊന്ന് പാസ് ചെയ്തിടെ. ഇതാ വേണ്ട കേട്ടോ, എനിക്കുണ്ട് ചൂട് കേസ്.
നീയാണോ? എന്താ കളഞ്ഞ ശരിക്കും കളഞ്ഞ ചൂടെന്നെയാണ് സാധനമൊക്കെ കൊള്ളാം. ഞാൻ എൻ്റെ അണ്ണാക്കി വെച്ചു കൊടുത്തപ്പോൾ വെന്തു പോയി. സോറി മേടിയ. കൊള്ളാം. അപ്പം ഇതിലെന്തൊക്കെ ചേർക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കൊള്ളാം കേട്ടോ. ഓക്കെ ഗൈസ്, വാ കുക്കൂസിനാ വാ.